ഹായ് കൂട്ടുകാരെ, മാതുട്ടൻ ആദ്യമായിട്ട് ഓൺ വെഹിക്കിൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ യാത്ര പതിവുള്ളതാണ്, എന്നാലും ഇന്നാണ് സ്വന്തം വാഹനത്തിൽ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹെൽമറ്റും ലൈസൻസും ഒന്നും ഇല്ലെങ്കിൽ ആൾ വലിയ ഗമയിലാണ്. ചേട്ടനാണ് സാരഥിയായിട്ട് വന്നിരിക്കുന്നത്. പോകുന്ന വഴിയിൽ പരിചയക്കാരുടെ വീട്ടിലേക്കൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് പാളി. ദൈവമേ, ഒരാളെയും കാണുന്നില്ലല്ലോ ഒന്ന് ഷൈൻ ചെയ്യാൻ. ആ മട്ടിലാണ് പോക്ക്. ഇരുട്ടുള്ളിടത്തുമ്പോൾ എന്നെ ചെറുതായി പാളി നോക്കുന്നുണ്ട്. കലമാമീൻ്റെ അവിടെ, ദേവൂട്ടൻ്റെ അവിടെ, അഭിചേട്ടൻ്റെ അവിടെ, അവിടേക്കൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിചയക്കാർ. സാരഥിയുടെ വക ഒരു ഓഫറും വന്നു അതിനിടയിൽ. എൻ്റെ പഴയ സൈക്കിളിൻ്റെ ബെല്ല് പറ്റുമെങ്കിൽ ഞാൻ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. അങ്ങനെയായി സാരഥി. വേഗം കൂട്ടുമ്പോൾ അമ്മയുടെ വക സാരഥിക്ക് നിർദ്ദേശങ്ങളുണ്ട്. പതിയെ പോകണം, സൂക്ഷിക്കണം തനു എന്നൊക്കെ ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ. അങ്ങനെ അർജുൻ ബോബു, ജൂഡോ ബോബു ഇവരുടെയൊക്കെ അകമ്പടി ശബ്ദത്തോടു കൂടി അങ്ങനെ പോവുകയാണ്. അമ്മയെ ഞാൻ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ടും ആൾ മൈൻഡാക്കുന്നില്ല. വീണ്ടും സാരഥി പറഞ്ഞു, അമ്മയെ കൊണ്ട് ഇവനെ കൊണ്ടുവരാൻ പറ്റൂല, കാരണം എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട്, അമ്മയ്ക്കതില്ലല്ലോ. ഞാൻ സമ്മതിച്ചു കൊടുത്തു. കാരണം കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. അങ്ങനെ പോയി ഇറക്കം വാക്ക് സ്പീഡായപ്പോഴത്തേക്കും ക്യാമറ വുമണായ ഞാൻ ഓടേണ്ടി വന്നു. ഇതാണ് സാരഥിയുടെ സ്കൂള്. സാരഥി നമ്മുടെ കണശാ മിഷൻ ഹൈസ്കൂളിലാണ് ഉള്ളത്. ഞാനിവിടുത്തെ ഒരു മുൻ അധ്യാപികയാണ്. അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. നമ്മുടെ തമ്പുരാൻ്റെ സ്ഥലമാണ്, നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. ഇവിടെ എത്തിയിട്ടും നമ്മുടെ സാരഥിയുടെ വക റിമൈൻഡർ വന്നു, സ്വാമി കൈകൂപ്പ് തൊഴുന്നൊക്കെ. ഞാൻ പറഞ്ഞു നാളെ ബ്രൂ വരണമെങ്കിൽ സ്വാമിയെ തൊഴണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്വാമി ഇന്ന് മൈൻഡാക്കണില്ല. സ്വാമിയുടെ മുമ്പിലെത്തിയ വാങ്കുവിളി സമയമാണെങ്കിൽ അള്ളാന്ന് നീട്ടി വിളിച്ച് പ്രാർത്ഥിക്കണം മുതലാണ്. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ. അങ്ങനെ അവിടെ നിന്നും പതിയെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വന്നപ്പോൾ വാഹനം പതിയെ സ്ലോ ഡൗൺ ചെയ്തു. സാരഥി പറഞ്ഞു, ഞാനിപ്പോൾ സൈഡാക്കുകയെ. അപ്പോൾ ഹായ് ബൈ തമ്പുരാന് പോലും പറയാതെ ഇരുന്നമ്മോ ഇപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ഓട്ടോ അങ്കിളിന് ചിരിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറയണം. കാരണം ഇപ്പോൾ അവർ സഹ ഡ്രൈവേഴ്സാണല്ലോ. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മുടെ തെക്കതിൽ സ്റ്റോഴ്സിലെത്തി. സ്ഥിര സ്പോട്ടാണ്, നൈറ്റ് റൈഡ് ഉള്ളതാണ്. അവിടെ നിന്ന് മാവ് പാൽ എപ്പോഴും തിരിഞ്ഞു പോകുന്നതാണ്. വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ ടൈം പാസ് ചെയ്തിട്ട് ഞങ്ങൾ തിരികെ വരാറാണ് ഉള്ളത്. അവിടെ കടയിൽ പോയിട്ടും ശ്യാമമ്മയുടെ അടുത്ത് ഭയങ്കര ഷോ ഓഫായിരുന്നു. പക്ഷേ ഭയങ്കര ചിന്താകുലനായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാരഥിക്ക് വീണ്ടും റെസ്റ്റ് ഇല്ല. സാരഥി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ അങ്ങനെ ചിലവിട്ടു. തിരിച്ച് സ്വസ്ഥം നമ്മുടെ തിരികെ വീട്ടിൽ വന്നു. സമാധാനമായി. ഇന്ന് അധികം പരിചയക്കാരെയൊന്നും കണ്ടില്ല, അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഈ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 7:30-8 മണി ആ സമയം എന്നും പോകുന്നതാണ്. മെയിൻ റോഡ് പോകണ്ട, ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. എന്നും എൻ്റെ തോളിൽ കയറിയാണ് പോകാറുള്ളത്. ഇന്നാണിങ്ങനെ ഓൺ വെഹിക്കിളിൽ പോയത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് അവൻ ലിഫ്റ്റ് വാങ്ങിക്കും. അതാണ് സ്ഥിരം പതിവ്. ഒരു കറക്കമൊക്കെ ആരെങ്കിലുമൊക്കെ അവന് ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ മാതൂട്ടൻ്റെ വിശേഷം. മഴ സമയമൊക്കെ ആണെങ്കിൽ വീട്ടിൽ ലോക്ക്ഡൗൺ ആയിപ്പോവും. അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിലും പിന്നെ അവർക്കിതൊക്കെ വലിയ ആഗ്രഹമാണ്. പിന്നെ അങ്ങനെ നമ്മളൊരു റുട്ടീൻ വച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവരൊരു സോഷ്യൽ ഒരു ബാലൻസ് അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയർ അതൊന്ന് ഫോം ചെയ്യും. അതിന് വേണ്ടിയിട്ടും കൂടെയാണ്. കാരണം ആൾക്കാരുമായിട്ടുള്ള ഒരു മിംഗ്ലിങ്ങും കാര്യങ്ങളുമൊക്കെ വരും, ഇൻട്രാക്ഷൻ വരും. അപ്പോൾ ഇൻട്രോവേർട്ട് ആവാനുള്ള ചാൻസസ് കുറവാണ്. പല കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്തെടുക്കും. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും കൊച്ചുകുട്ടികളുടെ ഇമിറ്റേഷനാണ്. അവർ പല കാര്യങ്ങളും നല്ലത് ചീത്തയൊക്കെ മനസ്സിലാക്കിയെടുക്കും. ശരി, ഓക്കെ, നന്ദി കൂട്ടുകാരെ.